Dear students, all are welcome to another Plus 2 History online classes. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത കാര്യം ഹാരപ്പക്കാരുടെ നഗര സവിശേഷതകളെക്കുറിച്ചായിരുന്നു അല്ലേ? നഗര സവിശേഷതകൾ എന്ന് പറയുമ്പോൾ a planned, well-planned town planning, especially Mohenjo-daro and Harappa. രണ്ടാമതായി the Great Bath. Next, the drainage system. And last, the granaries or the warehouses. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ ഈ പാഠം പഠിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഒന്നാമതായിട്ട്, this chapter explain what we know about the Harappan civilization and also explain how interpretation of archaeological sources the civilization. ഈ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഹാരപ്പൻ നാഗരികതയെക്കുറിച്ച് നമ്മൾ എന്തറിയാം, എന്ത് മനസ്സിലാക്കി. രണ്ടാമത്തത്, ഹാരപ്പയിലെ വിവിധ സൈറ്റുകളിൽ നിന്നും കണ്ടെടുക്കപ്പെട്ട പുരാവസ്തു ഉപാദാനങ്ങളുടെ വ്യാഖ്യാനം. രണ്ട് കാര്യങ്ങളാണല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ പഠിക്കുന്നത് ഒരു പുതിയൊരു ടോപ്പിക്കാണ്. ഇതിൽ ഹാരപ്പക്കാരുടെ ജീവിത രീതികൾ. ഹാരപ്പക്കാരുടെ ജീവിത രീതികൾ എന്ന് പറയുമ്പോൾ an ancient authority or polity, next society, economy, and last religion and burial practices. ഈ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. എന്തിനെക്കുറിച്ചൊക്കെ? ഹാരപ്പക്കാരുടെ ജീവിത രീതികളെക്കുറിച്ച്. ഹാരപ്പയിൽ കാര്യക്ഷമമായ ഒരു ഭരണ സംവിധാനം ഉണ്ടായിരുന്നോ? അതാണ് ഞാൻ ഏൻഷ്യന്റ് അതോറിറ്റി എന്ന് സൂചിപ്പിച്ചത്. രണ്ടാമതായി, സബ്സിസ്റ്റൻസ് ഓഫ് സ്ട്രാറ്റജീസ്, അതായത് അതിജീവന തന്ത്രങ്ങൾ സമൂഹത്തെക്കുറിച്ച്. നെക്സ്റ്റ്, അഗ്രികൾച്ചറൽ ടെക്നോളജീസ്, അവരുടെ സാമ്പത്തിക ഉപജീവന മാർഗങ്ങളെക്കുറിച്ച്. അടുത്തതായി, ഹാരപ്പക്കാരുടെ മതജീവിതത്തെക്കുറിച്ചാണ്. മതജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ ശവസംസ്കാര രീതികളടക്കം നമ്മൾ ചർച്ച ചെയ്യുന്നു. ഒരു വലിയൊരു മേഖലയാണിത്. നിങ്ങൾക്ക് എക്സാമിന് ഇത് സെപ്പറേറ്റ് ആയി ചോദിക്കാം, വേറെ ചോദിക്കാം, അല്ലെ 6 മാർക്കിനോ മറ്റോ ഒരു വലിയൊരു ചോദ്യമായിട്ട് അത് ചോദിക്കാം. എന്തായാലും ഇതിൽ റിലീജിയൻ ആൻഡ് ബുറിയൽ പ്രാക്ടീസസ്, മതവും അവരുടെ ശവസംസ്കാര രീതികളും പ്രത്യേകം ശ്രദ്ധയർഹിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ ഭാഗം എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് റിലീജിയൻ ആൻഡ് ബുറിയൽ പ്രാക്ടീസസ്. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അവരുടെ പോളിറ്റിയെക്കുറിച്ച്, രാഷ്ട്രീയ സംവിധാനത്തെക്കുറിച്ച്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, an ancient authority. അത് ഹാരപ്പയിൽ ഉണ്ടായിരുന്നു. ഒട്ടേറെ തെളിവുകളുണ്ട്. പുരാവസ്തു ശാസ്ത്രജ്ഞന്മാർ ധാരാളം തെളിവുകൾ ഹാരപ്പയിൽ ഒരു മികച്ച ഭരണ സംവിധാനം ഉണ്ടായിരുന്നു എന്നതിന് ഒട്ടേറെ തെളിവുകൾ അവർ നിരത്തുന്നു. എന്തൊക്കെയാണ് ആ തെളിവുകൾ? Then lot of information about the
ancient political authority in Harappa? അതിലൊന്നാണ്, ഫോർ എക്സാമ്പിൾ, എ വെൽ പ്ലാൻഡ് ടൗൺ പ്ലാനിങ്, great bath, granaries, drainage system. Another examples are weight, measures, script, etc. ധാരാളമുണ്ട്. ധാരാളം തെളിവുകളാണ് പുരാവസ്തു ശാസ്ത്രജ്ഞന്മാർ ഹാരപ്പയിൽ ഒരു മികച്ച ഭരണ സംവിധാനം, ഒരു നഗര ഭരണ സംവിധാനം ഉണ്ടായിരുന്നു എന്നതിന് തെളിവുകളായി നിരത്തുന്നത്. ടൗൺ പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ രണ്ട് ഭാഗങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. 2 parts of Harappan cities, Citadel and Lower City. സിറ്റാഡൽ ഉയർന്ന പ്രദേശമാണ്, കോട്ടയ്ക്ക് മുകളിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് കെട്ടിടങ്ങൾ, several large buildings, yes, fortified by the wall. ചുട്ടെടുത്ത ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട, ചുറ്റുമതിലുകളാൽ സംരക്ഷിക്കപ്പെട്ട ധാരാളം കെട്ടിടങ്ങൾ, includes granaries, great bath, ഇതൊക്കെ അടങ്ങിയ വലിയ കെട്ടിടങ്ങൾ. ഇത് ഹാരപ്പയിൽ മികച്ച ഒരു ഭരണ സംവിധാനം ഉണ്ടെന്നതിനുള്ള വലിയൊരു തെളിവാണ്. മറ്റൊന്ന്, വിവിധ ഹാരപ്പൻ സൈറ്റുകളിൽ നിന്നും പലതരത്തിലുള്ള അവശിഷ്ടങ്ങൾ. ഇപ്പോൾ ധാന്യങ്ങൾ ശേഖരിക്കപ്പെട്ട, ഇപ്പം മൺപാത്രങ്ങളിൽ ധാന്യങ്ങൾ ശേഖരിക്കുന്നു, സൂക്ഷിച്ചു വെക്കുന്നു. ആഭരണങ്ങൾ, ഉപകരണങ്ങൾ, ഇതൊക്കെ ഒരുപാട് തെളിവുകളാണ്. അതുപോലെ താഴ്ന്ന പട്ടണത്തിൽ നിന്നും ഉൽപ്പാദിക്കപ്പെട്ട, കൃഷി ചെയ്ത പലതരം ഭക്ഷ്യവസ്തുക്കൾ, ആ ഭക്ഷ്യവസ്തുക്കൾ ബോട്ട് വഴി ഈ സിറ്റാഡലിലേക്ക് എത്തിക്കുന്നു. അത് ധാന്യപ്പുരകളിൽ സ്റ്റോർ ചെയ്യുന്നു, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പം ഇതിനൊക്കെ മികച്ചൊരു സംവിധാനം വേണം. അപ്പം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു വലിയ ഒരു നഗര ഭരണ സംവിധാനം തന്നെ ഹാരപ്പയിൽ ഉണ്ട് എന്നുള്ളത്. അക്കോർഡിംഗ് ടു ഹിസ്റ്റോറിയൻസ്, R.S. ശർമ്മയെ പോലുള്ള പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്, ഒരുപക്ഷെ ഹാരപ്പ ഭരിച്ചിരിക്കുന്നത് കച്ചവടക്കാരുടെ ഒരു സംഘമായിരിക്കാം, റൂൾഡ് ബൈ മെർച്ചൻസ്. R.S. ശർമ്മയെ പോലുള്ള ചരിത്രകാരന്മാർ ഇങ്ങനെ അഭിപ്രായപ്പെടുന്നു, ഹാരപ്പ ഭരിച്ചിരിക്കുന്നത് കച്ചവടക്കാരുടെ ഒരു സംഘം ആയിരിക്കാം. അപ്പോൾ ഈ തെളിവുകളെല്ലാം തന്നെ ഹാരപ്പയിൽ മികച്ചൊരു ഭരണ സംവിധാനം ഉണ്ട് എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം. അടുത്തതായിട്ട് നമുക്ക് അവരുടെ സൊസൈറ്റിയെ കുറിച്ചാണ് പറയാനുള്ളത്. സൊസൈറ്റി എന്ന് പറയുമ്പോൾ സബ്സിസ്റ്റൻസ് സ്ട്രാറ്റജീസ്, അതിജീവന തന്ത്രങ്ങൾ എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് അതിജീവന തന്ത്രങ്ങൾ? ഒരു സമൂഹമാകുമ്പോൾ മനുഷ്യൻ ഒരു സമൂഹ ജീവിയാണ്. മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ ആസ് വെൽ ആസ് പൊളിറ്റിക്കൽ ആനിമൽ. ഈ വാചകം നിങ്ങൾക്ക് ശരിക്കും ഓർമ്മയുണ്ടാകും. മഹാനായ ചിന്തകൻ അരിസ്റ്റോട്ടിലിൻ്റെ വാചകമാണ്. മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്, അതോടൊപ്പം ഒരു രാഷ്ട്രീയ ജീവി കൂടിയാണ്. അപ്പോൾ കൂട്ടായി ജീവിക്കുമ്പോൾ സംസ്കാരത്തിൻ്റെതായ, അതായത് ഒരു സംസ്കാരമാണ് നമ്മൾ ഇവിടെ രൂപപ്പെടുന്നതായി കാണുന്നത്. Thus the culture began with the agriculture. മനുഷ്യൻ കൃഷിയിലൂടെ സാമൂഹ്യ ജീവിതം ആരംഭിച്ചു, ഒരു സംസ്കാരം കെട്ടിപ്പടുത്തു. അതിമഹത്തായ ഒരു നാഗരിക സംസ്കാരത്തെക്കുറിച്ചാണല്ലോ നമ്മൾ പഠിക്കുന്നത്, അതും സൈന്ധവ നദീതടത്തിൽ. അപ്പോൾ അവരുടെ സൊസൈറ്റിയെക്കുറിച്ച് നമുക്ക് പറയാം. എങ്ങനെയുള്ള സൊസൈറ്റിയാണ് ഹാരപ്പയുടെ സൊസൈറ്റി? ഹാരപ്പക്കാരുടെ സാമൂഹ്യ ജീവിതം, സോഷ്യൽ ലൈഫ് ഓഫ് ദി പീപ്പിൾ. കൃഷിയും കന്നുകാലി വളർത്തലും.
കൃഷിയും കന്നുകാലി വളർത്തലും. Domestication of animals and agriculture. The main occupation of Harappan peoples, agriculture and domestication of animals. വ്യാപകമായ കൃഷി ചെയ്ത ഒരു ജനത. ഹാരപ്പൻ നാഗരികതയുടെ ആദ്യഘട്ടം ഒരു കാർഷിക സംസ്കാരത്തിൻ്റെതായിരുന്നു. നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. രണ്ടാമത്തെ ഘട്ടം ഒരു നഗര സംസ്കാരമായിരുന്നു. അപ്പോൾ വ്യാപകമായി കൃഷി ചെയ്ത ഒരു ജനതയാണ് ഹാരപ്പയിലെ ജനത. എന്തൊക്കെ ഭക്ഷ്യവസ്തുക്കളായിരിക്കാം അവർ കൃഷി ചെയ്തിരിക്കുന്നത്? വീറ്റ്, ഗോതമ്പ്, ബാർലി, പയറുവർഗ്ഗങ്ങൾ, പരിപ്പ്, തിന, എള്ള്, സീസയും, ഇങ്ങനെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പഴങ്ങൾ, പച്ചക്കറികൾ. ഓൾസോ ഈറ്റ് മീറ്റ്, ഫിഷ്. ഇതെല്ലാം അവർ അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി. പഴങ്ങളുണ്ട്, പച്ചക്കറികളുണ്ട്, മത്സ്യമാംസാദികളുണ്ട്, മുട്ട, പയറുവർഗ്ഗങ്ങൾ, തിന, എള്ള്, പ്രധാനമായും ഗോതമ്പും ബാർലിയും. ഹാരപ്പയിലെ ജനങ്ങൾ ഇത്തരം ഭക്ഷ്യവസ്തുക്കൾ മാത്രമല്ല കൃഷി ചെയ്തത്. ഈ ലോകത്ത് ആദ്യമായി, ഈ ലോകത്ത് കണ്ടെടുക്കപ്പെട്ട തെളിവുകൾ വെച്ച് ആദ്യമായി പരുത്തി കൃഷി ചെയ്തത് ഹാരപ്പയിലെ ജനങ്ങളാണ്. ഫസ്റ്റ് കോട്ടൺ പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ വേൾഡ്. ഹാരപ്പയിലെ ജനങ്ങളാണ് ആദ്യമായി ലോകത്ത് പരുത്തി കൃഷി ചെയ്തത്. കന്നുകാലികളെ വളർത്തി. കന്നുകാലികൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും കൃഷിയുടെ ആവശ്യത്തിന് അവർ കാളകളെ ഉപയോഗിച്ചു. എന്തിനാണ് കാളയെ ഉപയോഗിക്കുന്നത്? നിലം ഉഴുതാൻ വേണ്ടി. ഫോർ ദ യൂസ് ഓഫ് പ്ലോയിങ്. ഓക്സൻ ഇൻ ടീം. കാളയും കലപ്പയും ഉപയോഗിച്ച് കൃഷി ചെയ്യാൻ. അങ്ങനെ കൂട്ടായി അവർ കൃഷി ചെയ്തു. അതുപോലെ കാർട്ട് വെഹിക്കിൾ ഫോർ ദ യൂസ് ഓഫ് ഡൊമസ്റ്റിക് ട്രാൻസ്പോർട്ടേഷൻ. അവരിങ്ങനെ കന്നുകാലികൾ ഉപയോഗിച്ച്, അതായത് ഭാരം വഹിക്കുന്ന കന്നുകാലികൾ, കൂനുള്ള കാളയെ അവർ മെരുക്കി വളർത്തി. ആട്, പോത്ത്, കോലാട്, ചെമ്മരിയാട്, കൂനുള്ള കാള, യൂണിക്കോൺ എന്നാണ് പറയുന്നത്, കൂനുള്ള കാള. അപ്പൊ ഇങ്ങനെ എന്താണ്, കന്നുകാലികളെ വളർത്തിയും കൃഷി ചെയ്തും സാമൂഹിക ജീവിതം നയിച്ച ഒരു ജനത. മൺപാത്രം അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. പോട്ടറീസ് ഇറ്റ്സ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് ഹാരപ്പൻസ് ലൈഫ്. ഹാരപ്പയിലെ ജനങ്ങളുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഭൗതിക അവശിഷ്ടം എന്ന് വേണ്ടിയൊക്കെ പറയാം മൺപാത്രം. വിലപ്പെട്ട തെളിവുകളാണ് മൺപാത്രത്തിലൂടെ നൽകുന്നത്. അവരുടെ സ്ത്രീ പുരുഷന്മാരുടെ ജീവിത രീതികൾ ഒന്ന് എടുത്ത് പരിശോധിക്കുമ്പോൾ അവരെന്തൊക്കെ വസ്ത്രങ്ങൾ അണിഞ്ഞിരിക്കാം, എന്തൊക്കെ ആഭരണങ്ങൾ ധരിച്ചിരിക്കാം. അപ്പം ആഭരണങ്ങളും ഉപകരണങ്ങളും വസ്ത്രങ്ങളും സാമൂഹിക ജീവിതത്തിൻ്റെ ഭാഗം. ആഭരണങ്ങൾ എന്ന് പറയുമ്പോൾ മുക്കുത്തി, കമ്മൽ, പാദസരം, ഇങ്ങനെയുള്ള വിവിധങ്ങളായിരിക്കുന്ന ആഭരണങ്ങൾ. ഇതിലും വലിപ്പച്ചെറുപ്പമുണ്ടേ. സാധാരണക്കാരായ ആൾക്കാർ അസ്ഥികൾ കൊണ്ടും ഇങ്ങനെ ടെറാക്കോട്ട ഉൽപ്പന്നങ്ങൾ, ഇങ്ങനെയുള്ള ആഭരണങ്ങളൊക്കെയാണ് ധരിച്ചത്.
സമ്പന്നരായിട്ടുള്ള ആൾക്കാരാണ് വിലപിടിപ്പുള്ള കല്ലുകൾ കൊണ്ട് ആഭരണങ്ങൾ നിർമ്മിച്ചു. അപ്പോൾ ഒരു വിഭാഗം വില കൂടിയ കല്ലുകൾ കൊണ്ടും ലോഹങ്ങൾ കൊണ്ടും ആഭരണങ്ങൾ നിർമ്മിച്ചു, ഉപകരണങ്ങൾ നിർമ്മിച്ചു, അതുപയോഗിച്ചു. സം പീപ്പിൾ മെയ്ഡ് എന്താണ് കോസ്റ്റ്ലി സ്റ്റോൺസ്. അപ്പൊ ആഭരണങ്ങളും ഉപകരണങ്ങളും നിർമ്മിക്കാൻ ഒരു വിഭാഗം വിലയേറിയ കല്ലുകൾ ഉപയോഗിച്ചു, ലോഹങ്ങൾ ഉപയോഗിച്ചു. അപ്പോൾ അസ്ഥികൾ കൊണ്ടും ടെറാക്കോട്ട കൊണ്ടുമുള്ള ആഭരണങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് അനുമാനിക്കാവുന്നതേ ഉള്ളൂ, നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അതൊരു പക്ഷേ പാവപ്പെട്ട ആൾക്കാരായിരിക്കാം. ഇനി വസ്ത്രങ്ങൾ, പുരുഷന്മാർ ഷാളും ധോത്തിയും ധരിച്ചു. കമ്പിളി വസ്ത്രത്തെപ്പറ്റി പരാമർശമില്ല. കോട്ടൺ ഉണ്ട്, കോട്ടൺ അവർ കൃഷി ചെയ്തിട്ടുണ്ട്, സ്വാഭാവികമായിട്ടും അതുകൊണ്ട് അവർ എന്നൊക്കെ തരത്തിലുള്ള വസ്ത്രങ്ങൾ നിർമ്മിച്ചുപയോഗിക്കാം. ഇനി അവരുടെ എൻ്റർടൈൻഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്. എന്തൊക്കെയായിരിക്കാം അവരുടെ വിനോദോപാധികൾ? അപ്പൊ ഹാരപ്പക്കാരുടെ വിനോദോപാധികൾ എന്ന് പറയുമ്പോൾ ഹണ്ടിങ്, ഫിഷിംഗ്, ഗാംബ്ലിംഗ്, ഡാൻസ്, മ്യൂസിക് എക്സെട്ര ആർ ദി എൻ്റർടൈൻഡ് ഐറ്റംസ്. അപ്പോൾ ഹാരപ്പക്കാർ നൃത്തം, സംഗീതം, ചൂതാട്ടം, മത്സ്യപിടുത്തം, നായാട്ട് ഇത്തരം വിനോദങ്ങളിൽ ഏർപ്പെട്ടു. അപ്പോൾ ഇതൊക്കെ കൂടിച്ചേരുമ്പോഴാണ് നമുക്ക് സാമൂഹ്യ ജീവിതം എന്ന് പറയുമ്പോൾ. അപ്പോൾ കൃഷിയുണ്ട്, കന്നുകാലി വളർത്തലുണ്ട്, അതുപോലെ തന്നെ വിവിധങ്ങളായിരിക്കുന്ന ആഭരണങ്ങൾ ധരിച്ചിട്ടുണ്ട്, ഉപകരണങ്ങൾ നിർമ്മിച്ചുപയോഗിച്ചിട്ടുണ്ട്, വ്യത്യസ്തങ്ങളായ വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ട്, വിവിധങ്ങളായ വിനോദോപാധികളിൽ ഏർപ്പെട്ടു. ഇങ്ങനെ കൂട്ടായൊരു സാമൂഹിക ജീവിതം കാർഷിക മേഖലയിലൂടെയും അതുപോലെ തന്നെ നഗര ജീവിതത്തിനും അവർ ഉടമകളായിരുന്നു. ആ രണ്ട് കാര്യത്തിനുള്ള തെളിവുകൾ, അതായത് സിറ്റാഡലും അതുപോലെ തന്നെ ലോവർ സിറ്റിയും, അവർ നഗര ജീവിതത്തിനും കൂടി തെളിവായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ പോളിറ്റിയെക്കുറിച്ച് മനസ്സിലാക്കി, ഹാരപ്പയിൽ മികച്ചൊരു നഗര ഭരണ സംവിധാനം ഉണ്ടെന്ന് മനസ്സിലാക്കി നമ്മൾ. അതുപോലെ തന്നെ ഹാരപ്പക്കാരുടെ സാമൂഹിക ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കി. ഇനി അവരുടെ സാമ്പത്തിക ഉപജീവന മാർഗത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. എന്താണ് economic life of the Harappan peoples, of the agricultural technologies. എന്താണ് അഗ്രികൾച്ചറൽ ടെക്നോളജീസ്? ഈ അഗ്രികൾച്ചറൽ ടെക്നോളജീസ് ആണ് നമുക്കിവിടെ ഏറ്റവും എടുത്തു പറയാനുള്ള ചില സംഭവങ്ങൾ. അപ്പോൾ സാമ്പത്തിക ഉപജീവന മാർഗം, റിമാർക്കബിൾ ലൈവ്ലിഹുഡ് ഓഫ് ദി ഹാരപ്പൻ പീപ്പിൾസ്. അത് ഏറ്റവും എടുത്തു പറയേണ്ടത് കോട്ടൺ കൃഷിയാണ്, പരുത്തി കൃഷിയാണ്. നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചതാണ്, സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗം പറയുമ്പോൾ ലോകത്ത് പരുത്തി ഉൽപ്പാദിപ്പിച്ച ആദ്യത്തെ ജനത ഹാരപ്പൻ ജനതയാണ്. എന്തായാലും അവരുടെ പ്രധാന ഉപജീവന മാർഗം, മെയിൻ ഓക്കുപ്പേഷൻ ഓഫ് ദി പീപ്പിൾസ്, അഗ്രികൾച്ചർ ആൻഡ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ്. അതുപോലെ തന്നെ വിവിധ രാജ്യങ്ങളുമായി, ഇന്ത്യക്ക് പുറത്ത് പല രാജ്യങ്ങളുമായിട്ട് ഹാരപ്പക്കാരുടെ കച്ചവട ബന്ധങ്ങൾ. ഇന്ത്യക്ക് പുറത്തെന്ന് പറയുമ്പോൾ ഇപ്പോൾ തൊട്ടടുത്ത് അഫ്ഗാനിസ്ഥാനുമായിട്ടുണ്ടായിരുന്നു. കോണ്ടാക്ട് വിത്ത് ദ ഡിസ്റ്റൻസ് ലാൻഡ്. അഫ്ഗാനിസ്ഥാനുമായി ഉണ്ടായിരുന്നു, ഈജിപ്തുമായി ഉണ്ടായിരുന്നു. ഈജിപ്ഷ്യൻ സംസ്കാരം, അതുപോലെ മെസ്സപ്പൊട്ടേമിയൻ സംസ്കാരം, ഹാരപ്പൻ സംസ്കാരം, ഈ മൂന്നും നദീതട സംസ്കാരങ്ങളാണ്, സമകാലിക സംസ്കാരങ്ങളാണ്, കണ്ടംപററി സിവിലൈസേഷൻ. അതിലേറ്റവും പഴക്കമുള്ള മെസ്സപ്പൊട്ടേമിയൻ, ഈജിപ്ഷ്യൻ, ഹാരപ്പൻ, മൂന്നും നദീതടത്തിൽ വളർന്ന് വികാസം പ്രാപിച്ചു. മെസ്സപ്പൊട്ടേമിയൻ സംസ്കാരം യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതടത്തിൽ,
റിവർ ബാങ്ക് ഓഫ് യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ്. മഹത്തായ ഈജിപ്ഷ്യൻ സംസ്കാരം നൈൽ നദീതടത്തിൽ, ഹാരപ്പൻ സംസ്കാരം സിന്ധു നദീതടത്തിൽ. എന്തായാലും കന്നുകാലി വളർത്തലും കൃഷിയും. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, വ്യാപകമായ തോതിൽ പല ഐറ്റംസ്, വ്യത്യസ്തമായിട്ടുള്ള കാർഷിക വിളകൾ, അതുപോലെ തന്നെ എന്താണ് കന്നുകാലികൾ. ഇനി അവർ കൃഷി ചെയ്യാൻ ഒന്നുകിൽ കനാലിൻ്റെ സഹായം വേണം, അല്ലെങ്കിൽ ഇറിഗേഷൻ, ജലസേചന പദ്ധതികൾ വേണം. ഹാരപ്പയിലെ ജനങ്ങൾ ജലസേചന സൗകര്യത്തോടുകൂടി കൃഷി ചെയ്തതായിട്ട് എവിടെയും പരാമർശമില്ല, തെളിവുകളില്ല. ദർ ഇസ് നോ എവിഡൻസ് ഓഫ് ദി യൂസ് ഓഫ് ഇറിഗേഷൻ. പിന്നെ എന്താണുള്ളത്? The people of Harappa constructed a canal for the using of എന്താണ് agriculture, or the use of എന്താണ് cultivation and crops. അവർ കൃഷി ആവശ്യത്തിന് വേണ്ടി കനാലുകൾ ഉപയോഗിച്ചു. മറ്റ് ജലസേചന പദ്ധതികളൊന്നും തന്നെയില്ല. അതുപോലെ തന്നെ വെള്ളപ്പൊക്കത്തെ ആശ്രയിച്ചു കൃഷി നടത്തിയിട്ടുണ്ട്, അതും തെളിവുകളായിട്ടുണ്ട്. അപ്പോൾ കനാലുകൾ നിർമ്മിച്ചു, കനാല് വഴിയാണ് വെള്ളം കൃഷിപ്പാടത്തിലേക്ക് അവർ ഇറക്കി വിട്ടത്. ഇന്നത്തെ മാതിരി അണക്കെട്ടൊക്കെ നിർമ്മിച്ച് മോട്ടോർ പമ്പ് സെറ്റുകളൊക്കെ ഉപയോഗിച്ച് അങ്ങനെയുള്ള കൃഷിയൊന്നും ആയിരുന്നില്ല. വളരെ നാച്ചുറലായി വെള്ളപ്പൊക്കത്തെ ആശ്രയിച്ചു, കനാല് വഴി എന്തായിരിക്കുന്നു വെള്ളം പാടത്തിലേക്ക് നീക്കി, അങ്ങനെയുള്ള കൃഷി. അതുപോലെ മരത്തിൻ്റെ കൊഴുമുന ഉപയോഗിച്ച് അവർ കൃഷി ചെയ്തു. കാളയും കലപ്പ എന്ന് പറയുമ്പോൾ ഇരുമ്പിൻ്റെ കലപ്പയല്ല, മരത്തിൻ്റെ കൊഴുമുനയാണ്. ഇത് ഇരുമ്പ് യുഗമല്ല, വെങ്കല യുഗമാണ്. ഇരുമ്പ് എന്ന ലോഹം കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ ഇങ്ങനെ എന്താണ് ഹാരപ്പയിൽ കൃഷിയും കന്നുകാലി വളർത്തലുമായിട്ടാണ് ഹാരപ്പയിലെ ജനങ്ങൾ അവരുടെ സാമ്പത്തിക ഉപജീവന മാർഗം നടത്തിപ്പോയത്. അതിൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹാരപ്പക്കാരാണ് ലോകത്തിൽ ആദ്യമായി പരുത്തി ഉപയോഗിച്ചതെന്നുള്ളതാണ്. ഇനി ലാസ്റ്റ് നമ്മൾ പറയേണ്ട ഭാഗം ഹാരപ്പക്കാരുടെ മതജീവിതവുമായി ബന്ധപ്പെട്ടാണ്, ശവസംസ്കാര രീതികളുമായി ബന്ധപ്പെട്ടാണ്. എന്തൊക്കെയാണ് അവരുടെ മതജീവിതവുമായി ബന്ധപ്പെട്ട് പറയേണ്ട കാര്യങ്ങൾ? അവർ ബഹുദൈവ വിശ്വാസികളായിരുന്നു. worship on the number of myriad gods. ഒരുപാട് ദൈവങ്ങളെ അവർ എന്താണ് ആരാധിച്ചു പ്രകൃതിയിലുള്ള. അതിൽ ഏറ്റവും ഓർമ്മിക്കേണ്ട ഒരു കാര്യം, അവർ ഒരു പുരുഷ ദൈവത്തെ ആരാധിച്ചു എന്നുള്ളതാണ്. പുരുഷ ദൈവത്തിന് സർ ജോൺ മാർഷൽ നൽകിയ പേര് പശുപതി, ഓൾഡ് ശിവ. ആദിമ ശിവൻ പശുപതിയെ അവർ ആരാധിച്ചു, ഒരു പുരുഷ ദൈവത്തെ ആരാധിച്ചു. ആ പുരുഷ ദൈവത്തിന്റെ ഒരു രൂപം, ആ പുരുഷ ദൈവം ഒരു യോഗാസനത്തിലാണ് ഇരിക്കുന്നത്, ഒരു യോഗിയുടെ രൂപമാണ്. കഴുത്തില് വിഷസർപ്പങ്ങളുണ്ട്, ചുറ്റിലും എന്തേലും മരങ്ങളുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു യോഗിയുടെ രൂപം ആദിമ ശിവൻ പശുപതി എന്നാണ്, പ്രോട്ടോ ശിവ അല്ലെങ്കിൽ പശുപതി എന്നാണ് സർ ജോൺ മാർഷൽ പേര് നൽകിയിട്ടുള്ളത്. അതുപോലെ മാതൃദേവതയെ അവർ ആരാധിച്ചു. അതിൻ്റെയൊക്കെ എന്താണ് രൂപങ്ങൾ, വെങ്കലത്തിൽ തീർത്ത, കളിമണ്ണിൽ തീർത്ത ഇത്ര ഒരുപാട് രൂപങ്ങൾ വിവിധ ഹാരപ്പൻ സൈറ്റുകളിൽ, പ്രത്യേകിച്ചും എന്താണ് ഹാരപ്പയിൽ നിന്നും മോഹൻജദാരോയിൽ നിന്നും കണ്ടെടുക്കപ്പെട്ടു. അപ്പൊ പശുപതിയുടെ രൂപം, ദ സ്റ്റാച്യു ഓഫ് എന്താണ് ലോർഡ് പശുപതി ആൻഡ് മദർ ഗോഡസ്, ടെറാക്കോട്ട ബുൾ, ഇതെല്ലാം എന്താണ് എവിടുന്ന് ഹാരപ്പയിൽ മോഹൻജദാരോ തുടങ്ങിയ സൈറ്റുകളിൽ നിന്നും കണ്ടെടുത്തു. അതുപോലെ കൂനുള്ള കാളയെ അവർ ആരാധിച്ചു, വൃക്ഷത്തെ ആരാധിച്ചു, ഗോ ആരാധനയുണ്ടായിരുന്നു, സർപ്പാരാധനയുണ്ടായിരുന്നു, ലിംഗാരാധനയുണ്ടായിരുന്നു. ഇങ്ങനെ ധാരാളം ദൈവങ്ങളെ, സ്ത്രീ പുരുഷ ദൈവങ്ങളെയും അല്ലാത്ത പ്രകൃതിയിലെ മറ്റ് പ്രകൃതി ശക്തികളെയും അവർ അവരുടെ ദൈവങ്ങളായി ആരാധിച്ചു. അവരുടെ ശവസംസ്കാര രീതിയെ പറ്റി പറയുമ്പോൾ, വീടിൻ്റെ തെക്ക് വടക്കായിട്ട് അവർ മൃതദേഹം കുഴിച്ചിട്ടു. അതിനുള്ള ഒരുപാട് തെളിവുകളുണ്ട്. മൃതദേഹത്തോടൊപ്പം തന്നെ അവർ ഉപയോഗിച്ചിരിക്കുന്ന ഉപകരണങ്ങൾ, ആഭരണങ്ങളൊക്കെ തന്നെ അടക്കം ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അത്തരത്തിലുള്ള കുഴിമാടങ്ങൾ ഹാരപ്പയിൽ നിന്നും മോഹൻജദാരോയിൽ നിന്നും ചാൻഹുദാരോയിൽ നിന്നും വിവിധ സൈറ്റുകളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. മരണാനന്തര ജീവിതത്തിൽ അവർ വിശ്വസിച്ചു എന്നുള്ളതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഹാരപ്പക്കാരുടെ മതവിശ്വാസത്തെക്കുറിച്ചും അവരുടെ ശവസംസ്കാര രീതികളെ പറ്റി നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഞാൻ ഇന്നൊരു അസൈൻമെൻറ്റ് വർക്ക് തരാൻ പോകുന്നു. എല്ലാവരും ആ അസൈൻമെൻറ്റ് വർക്ക്, അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് നോട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ ആ അസൈൻമെൻറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുക. ആ അസൈൻമെൻറ്റ് വർക്ക് ഇതാണ്: ഹാരപ്പക്കാരുടെ നഗര സവിശേഷതയെക്കുറിച്ച് ഒരു അസൈൻമെൻറ്റ് പേപ്പർ തയ്യാറാക്കുക. പരിഗണിക്കേണ്ട മേഖലകൾ ടൗൺ പ്ലാനിംഗ്, ഗ്രേറ്റ് ബാത്ത്, ഗ്രാനറി, ഡ്രെയിനേജ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെച്ച് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങളും ഒക്കെ നന്നായി ആലോചിച്ച് ഒരു അസൈൻമെൻറ്റ് പേപ്പർ നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ തയ്യാറാക്കണം. വീണ്ടും ഹാരപ്പയിലെ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. മീറ്റ് അഗെയിൻ.